മണ്ണും മനുഷ്യനും. മലയാള സാഹിത്യത്തിൽ കവിതയുടെ വരമ്പത്തുകൂടി സഞ്ചരിക്കുന്ന കഥകൾ എഴുതി പ്രശസ്തനായ ചെറുകഥാകൃത്താണ് ടി പത്മനാഭൻ. കഥാസാഹിത്യത്തിന്റെ അനന്ത സാധ്യതകൾ മലയാള വായനക്കാർക്ക് ബോധ്യപ്പെടുത്തിയ കഥാകൃത്ത് കൂടിയാണ് അദ്ദേഹം. ലാളിത്യമാണ് ഇദ്ദേഹത്തിന്റെ കഥകളുടെ പ്രത്യേകത. കഥകൾ മാത്രമേ എഴുതൂ എന്ന് ഉറപ്പിച്ച എഴുത്തുകാരനാണ് ഇദ്ദേഹം. ടി പത്മനാഭന്റെ ഓരോ കഥയും നൽകുന്ന ആശയം ഒരു ലേഖനത്തിനും നൽകാനാവില്ല. 1931 കണ്ണൂർ ജില്ലയിലെ പള്ളിക്കുന്നിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 1948 മുതൽ കഥാലോകത്ത് കടന്ന ഇദ്ദേഹത്തിന്റെ കഥകൾ ഏതാണ്ട് എല്ലാ ഭാഷകളിലേക്കും തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഏകദേശം 160 പരം കഥകൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. പ്രകാശം പരത്തുന്ന പെൺകുട്ടി, ഒരു കഥാകൃത്ത് കുരിശിൽ, മകൻ സിംഗിന്റെ മരണം, സാക്ഷി, ഷേഗൂട്ടി, കാലഭൈരവൻ, ഗൗരി, കടൽ, നളിനകാന്തി തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രധാന കഥകളാണ്. അത്തരത്തിൽ നിങ്ങളെ എനിക്കറിയാം എന്ന് പറയുന്ന ടി പത്മനാഭന്റെ കഥാസമാഹാരത്തിലെ ഒരു കഥയാണ് നമുക്ക് പഠിക്കാനുള്ള മണ്ണും മനുഷ്യനും. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഈ ചെറുകഥയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് ഈ കഥയുടെ കാതൽ എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 2 കഥാപാത്രങ്ങളുണ്ട്. ഒന്ന് KU നായർ എന്ന് പറയുന്ന ഒരു വ്യക്തിയും അതുപോലെ തന്നെ ഈ കഥ പറയുന്ന കഥാകൃത്തും. ഈ 2 കഥാപാത്രങ്ങളും പ്രകൃതിയെ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ആശയം. KU നായർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതാവസാന കാലത്ത് പ്രകൃതിയെ നശിപ്പിച്ച് കൊട്ടാരം പോലുള്ള ഒരു വീട് പണിയുന്നുണ്ട്. പക്ഷെ ഈ കഥ കൊണ്ടുപോകുന്ന കഥാകൃത്ത് തന്റെ റിട്ടയർമെന്റിന് ശേഷമുള്ള ജീവിതം ഒരു പഴയ വീടും മരങ്ങൾ നിറഞ്ഞ പറമ്പും വാങ്ങി തികച്ചും പ്രകൃതിയോടുകൂടി ഇണങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അത്തരത്തിൽ കഥയിലുടനീളം വരുന്ന ഒന്നാണ് ഈ പ്രകൃതി എന്ന് പറയുന്നത്. ഈ പ്രകൃതിയോടുള്ള സമീപനം 2 വ്യക്തികളിൽ എങ്ങനെയാണ് കടന്നു വരുന്നത് എന്നതാണ് ഈ കഥയുടെ ചിന്ത. കഥ ഇങ്ങനെയാണ്. ഒരു ദിവസം വൈകുന്നേരം നമ്മുടെ കഥാകൃത്ത് മറയാൻ പോകുന്ന സൂര്യനെ നോക്കി കയ്യിൽ വായിച്ചു മനഃപ്പാഠമാക്കിയ ഒരു കവിതാ പുസ്തകം പിടിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. കയ്യിൽ പുസ്തകം പിടിച്ചിരിക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ കഥാകാരന് ഒരു ശീലമായിരുന്നു. അദ്ദേഹം കുമാരനാശാന്റെ പുഷ്പവാടി എന്ന് പറയുന്ന കവിതയിലെ പൂക്കുന്നിതാമുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവ് പൂക്കുന്ന അശോകം തുടങ്ങിയിട്ടുള്ള ആ വരികൾ ഇങ്ങനെ മൂളിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഇരിപ്പ് നേരം ഇരുട്ടുന്നത് വരെയും തൻ്റെ പറമ്പിലെ പടിഞ്ഞാറുള്ള വലിയ മരങ്ങളും വള്ളികളും പൂക്കളുമൊക്കെ അദ്ദേഹം ഇങ്ങനെ നോക്കി തന്നെയായിരുന്നു ഇരുന്നത്. അപ്പം അത്രത്തോളം അദ്ദേഹത്തിന് എന്തിനോട് ഇഷ്ടമായിരുന്നു? പ്രകൃതിയോട് ഇഷ്ടമായിരുന്നു. പിന്നീട് പറയുന്നത് അദ്ദേഹം എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു വലിയൊരു പറമ്പും അല്ലെങ്കിൽ ആ ഒരു വലിയൊരു വീടും സ്വന്തമാക്കിയത് എന്നുള്ളൊരു കാര്യമാണ്. അദ്ദേഹം കൊച്ചിയിൽ നിന്നും ജോലി റിട്ടയർ ചെയ്ത് വരുന്ന സമയത്ത് ഈ സ്ഥലം, അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം, കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത സമനിരപ്പായിട്ടുള്ള ഒരു കാട് പോലുള്ള ഒരു സ്ഥലമായിരുന്നു. ഇവിടുത്തെ വലിയ വീട്ടുകാരുടെ ഒരു സ്ഥലമായിരുന്നു അത്. അവർക്ക് ഭൂമി വിറ്റ് ജീവിക്കേണ്ട ഒരു കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആവശ്യം കേട്ടപ്പോൾ വളരെ ചുരുങ്ങിയ വിലയ്ക്ക് ആ വീടും പറമ്പും അവർ അദ്ദേഹത്തിന് നൽകിപ്പോയി. മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് നടന്നാൽ നഗരത്തിന് ശബ്ദമോ ബഹളമോ ഒന്നുമില്ലാത്ത ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം. ആ ശാന്തതയും നിശബ്ദതയും തന്നെയാണ് ആ സ്ഥലം തിരഞ്ഞെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതും. അങ്ങനെ ഈ കഥാകൃത്ത് ഇവിടെ വന്ന് താമസമാക്കിയതിനു ശേഷം ഒത്തിരി വീടുകൾ ചുറ്റും വന്നിരുന്നു. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വീടുകൾ വന്നു. അതിൽ ഏറ്റവും അദ്ദേഹത്തെ അമ്പരിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അയൽപ്പക്കത്ത് വന്ന ഒരു വീടായിരുന്നു. വീടൊന്നും പറയാൻ പറ്റില്ല, അതൊരു ബംഗ്ലാവായിരുന്നു. ബംഗ്ലാവുമല്ല, ഒരു കൊട്ടാരം തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ ആളുകൾക്ക് താമസിക്കാൻ എന്തിനാണ് ഇത്രയും വലിയ വീട്? പക്ഷെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ അല്ലേ? അപ്പം അത് വിചാരിച്ചിട്ട് അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. ഇനി ആ വലിയ ബംഗ്ലാവിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ്, ആ വീട്ടിൽ ആരാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യമാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ആ കൊട്ടാരം പോലെയുള്ള ആ വീടിൻ്റെ ഉടമ എന്ന് പറയുന്നത് അകലെ എവിടെയോ ഉള്ള ഒരാളാണ്. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ ഗൾഫിലൊക്കെ പോയിട്ട് ധാരാളം പണം ഉണ്ടാക്കി ഇപ്പോൾ 1ലധികം രാജ്യങ്ങളിൽ സ്വന്തമായി ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിൽ നേരത്തെ മരിച്ചു. 2 മക്കളാണുള്ളത്. അവർ 2 പേരും അമേരിക്കയിൽ പഠിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് KU നായർ. ആ യു എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണനോ ഉമാനാഥനോ ഒക്കെ ആവാം. അപ്പോൾ അദ്ദേഹം ഒരു വീട് വെച്ചത് പെട്ടെന്നായിരുന്നു. അറബിക്കഥയിലെ രാജകുമാരന് ഭൂതം മണിമാളിക പണിഞ്ഞു കൊടുക്കുന്നത് പോലെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ വീട് ഉയർന്നു പൊങ്ങിയത്. ആ വീട് പണിയാൻ ആകെ കുറച്ച് ആഴ്ചകൾ മാത്രമേ എടുത്തുള്ളൂ. ആളുകൾക്ക് എന്തിനാണ് ഇത്രയും വലിയ വീട് എന്ന് കഥാകൃത്ത് ഓർമ്മിക്കുന്നുണ്ട്. ഇത്രയും ആഘോഷമായിട്ടാണ് KU നായർ ആ വീട് പണിഞ്ഞതെങ്കിലും വർഷത്തിൽ 1-2 ആഴ്ചകൾ മാത്രമേ അദ്ദേഹം ആ വീട്ടിൽ വന്ന് താമസിക്കാറുള്ളൂ. മക്കളാണെങ്കിലോ ആ പരിസരത്തേ വരാറില്ല. പക്ഷെ ആ വീടിനൊരു കെയർ ടേക്കർ ഉണ്ട്. ഒരിക്കലും ആ വീട് പൂട്ടിയിടാറില്ല. അങ്ങനെ KU നായർ താമസിക്കാൻ വരുന്ന സമയത്തൊക്കെ നഗരത്തിലെ വലിയ ഹോട്ടലിൽ നിന്ന് ഒരു ബട്ട്ലറും വരുമായിരുന്നു. ഇതാണ് KU നായരെ കുറിച്ച് നമ്മുടെ കഥാകൃത്ത് മനസ്സിലാക്കി വെച്ചിട്ടുള്ള കാര്യം. വീണ്ടും നമ്മുടെ കഥാകൃത്ത് പഴയ അവസ്ഥയിലേക്ക് പോവുകയാണ്. അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? പടിഞ്ഞാറ് അസ്തമിക്കുന്ന സൂര്യനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണല്ലേ. അങ്ങനെ ആ ഇരിപ്പിൽ നിന്ന് അദ്ദേഹം പതുക്കെ എഴുന്നേറ്റു.
രാത്രിയിലെ ഭക്ഷണം തയ്യാറാക്കാനായിട്ട് അദ്ദേഹം പോവുകയാണ്. ജൈവവളം മാത്രം ഉപയോഗിച്ചിട്ട് കീടനാശിനി ഒന്നും പ്രയോഗിക്കാത്ത ബാപ്പാട്ല എന്ന് പറയുന്ന അരി തൻ്റെ കൂട്ടുകാരൻ കുഞ്ഞിക്കണ്ണൻ തമിഴ്നാട്ടിൽ നിന്നും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ചോറുണ്ടാക്കണം. പിന്നെ മഞ്ചേരിയിൽ നിന്ന് മേനോൻ അയച്ചു കൊടുത്തിട്ടുള്ള ഒന്നാം തരം കടുമാങ്ങ അച്ചാറ്, ഉച്ചയ്ക്ക് വെച്ചിട്ടുള്ള ചെറുപയർ പുഴുക്കും കൂട്ടി ഭക്ഷണമൊക്കെ കഴിച്ച് മനസ്സിലൊരു ആശങ്കയും അലട്ടലും ഒന്നുമില്ലാതെ ചത്ത പോലെ അദ്ദേഹം കിടന്നുറങ്ങി. അത്രയും മനസമാധാനത്തോടു കൂടി പ്രകൃതിയോടിണങ്ങി പ്രകൃതിയെ സ്നേഹിച്ച് അങ്ങനെയാണ് ഇദ്ദേഹം ഇവിടെ ജീവിക്കുന്നത്. അങ്ങനെ ആ ഉറക്കമൊക്കെ കഴിഞ്ഞ് പുലർച്ചെ നേരത്തെ എണീറ്റ് പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹം എന്ത് ചെയ്യും? എപ്പോഴും പോലെ ഇടവഴികളിലൂടെ ഇങ്ങനെ മണ്ണും പൊടിയും ചളിയും ഒക്കെ ചവിട്ടി മാറ്റി നടക്കാനിറങ്ങും. പതിവ് പോലെ അന്നും അദ്ദേഹം നടക്കാനിറങ്ങി. തിരിച്ചെത്തുന്ന സമയത്താണ് തൊട്ടപ്പുറത്തുള്ള ആ ബംഗ്ലാവിൻ്റെ ഗേറ്റിൻ്റെ അരികിൽ ഉടമസ്ഥനായിട്ടുള്ള KU നായർ നിൽക്കുന്നത് കണ്ടത്. പക്ഷെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആകെ വല്ലായ്മ തോന്നി. കാരണം എന്താണ്? ഈ KU നായറിൻ്റെ പഴയ പ്രസരിപ്പോ ഊർജ്ജസ്വലതയോ ഒന്നും ഉണ്ടായിരുന്നില്ല. കണ്ണുകൾ കുഴിയിലേക്ക് ചാടി ഒരു പ്രേത മുഖമായിട്ട് അല്ലെങ്കിൽ പ്രേത രൂപമായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു. പഴയ KU നായറിൻ്റെ ഒരു നിഴലായിട്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ തോന്നിയത്. ഇത് കണ്ടപ്പോൾ വളരെ അമ്പരപ്പാണ് നമ്മുടെ കഥാകൃത്തിന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ KU നായർ എന്ന് പറയുന്ന കഥാപാത്രം ആരുമായിട്ടും അത്ര ഇടപഴകാത്ത ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഈ കഥാകാരനോട് ഒരു ചെറിയ മമതയുണ്ട് താനും. ഒരിക്കൽ നമ്മുടെ കഥാകൃത്ത് ചോദിച്ചിരുന്നു, ബംഗ്ലാവ് പണിയുന്ന സമയത്ത് ഉടമസ്ഥൻ പറമ്പിലെ മരങ്ങൾ മുഴുവൻ മുറിച്ചു. വീടിന് മുന്നിലെ മരങ്ങൾ മുറിച്ച് ഇൻ്റർലോക്ക് ചെയ്തു. ഒരു തരി മണ്ണില്ല. എവിടെയും മുറ്റത്തെവിടെയും എന്താണ് ടൈൽസ് മാത്രമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ടൈൽസൊക്കെ മാറ്റി വെള്ള മാർബിൾ പതിച്ചു. ബംഗ്ലാവിലെ പുറകിലെ മരങ്ങൾ മുറിച്ചു. ഇതൊക്കെ കണ്ടപ്പോൾ കഥാകാരൻ പറഞ്ഞു, ഈ മരങ്ങൾ അത് അവിടെ തന്നെ നിന്നാൽ എന്താണ് പ്രശ്നം? ബാക്കി പറയാൻ അനുവദിക്കാതെ ഉടമസ്ഥൻ പറഞ്ഞു, അല്ലെങ്കിൽ KU നായർ പറഞ്ഞു, വേണ്ട, എനിക്ക് എപ്പോഴും നല്ല കാറ്റും വെളിച്ചവും വേണം, വൃത്തിയും. ഈ മരങ്ങളൊക്കെ ഇവിടെ നിന്നു എന്ന് വെച്ചാൽ ഉള്ള സ്ഥലമൊക്കെ പോകും, ഇരുട്ടാകും, വേണ്ട വേണ്ട എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കുന്ന കാര്യം, രണ്ടുപേരും രണ്ട് തരത്തിലാണ് എന്തിനെ നോക്കിക്കാണുന്നത്? പ്രകൃതിയെ നോക്കിക്കാണുന്നത്. ഒരാൾക്ക് പ്രകൃതി എന്ന് പറയുന്നത് തൻ്റെ ജീവിതമായിരുന്നു. മറ്റൊരാൾക്കാണെങ്കിലോ പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റും ഇരുട്ട് പരത്തുന്ന, നമ്മുടെ പരിസരം വൃത്തികേടാക്കുന്ന, നമ്മുടെ കാലിൽ മണ്ണ് പുരട്ടുന്ന ഒരു കാര്യമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. പിന്നെ ഒരു ദിവസം നോക്കുന്ന സമയത്ത് ഈ ബംഗ്ലാവിൻ്റെ ഉടമസ്ഥൻ്റെ, അതായത് KU നായറിൻ്റെ വീട്ടിലെ കാർ ഷെഡിൻ്റെ സമീപത്ത് ഒരു കൂറ്റൻ ചെമ്പക മരം ഉണ്ടായിരുന്നു. അത് ആരോ നട്ടതാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അത് ആകാശത്തേക്ക് ഉയർന്നങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. അതിൽ പൊന്നിൻ നിറമുള്ള പൂക്കളുണ്ടാവും. അത് പ്രകൃതിക്ക് സുഗന്ധം നൽകുമായിരുന്നു. ഒരു ദിവസം നോക്കുമ്പോൾ ആ മരത്തെയും അല്ലെങ്കിൽ ആ മരത്തിൻ്റെ മുകളിൽ കൊമ്പ് മാത്രം ബാക്കി വെച്ചിട്ട് എല്ലാ ശാഖകളും മുറിച്ചു മാറ്റിയിരിക്കുകയാണ്. അതിനും KU നായർ പറയുന്ന കാരണം എന്തെന്ന് വെച്ചാൽ അതിൻ്റെ ഇലകളും പൂക്കളും ഒക്കെ കഴിഞ്ഞ് സ്ഥലം മുഴുവൻ വൃത്തികേടാകുന്നു, അതുകൊണ്ടാണ് അതൊക്കെ മുറിച്ചു മാറ്റിയത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ ആ മരം മുഴുവൻ അടിവേരോടുകൂടി മുറിച്ചു മാറ്റായിരുന്നില്ലേ എന്ന് കഥാകൃത്ത് വളരെ വേദനയോടുകൂടി ചോദിക്കുന്നുണ്ട്. നിങ്ങളൊരു രാക്ഷസനാണോ എന്ന് മനസ്സിൽ ചോദിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യരുമായിട്ടും അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായിട്ടും വലിയ നല്ല ബന്ധത്തിൽ കഴിയാത്ത ഈ KU നായർ ഒരു ദിവസം നമ്മുടെ കഥാകൃത്തിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ സ്വീകരണ മുറിയിലും കിടപ്പുമുറികളിലും ഉപയോഗിക്കാത്ത ഒരു കുളിമുറിയിലുമെല്ലാം പലമാതിരി പുസ്തകങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചത് കണ്ട സമയത്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു പുസ്തകപ്രിയനാണല്ലേ? എന്നും വൈകുന്നേരം കസേരയും ഇട്ട് പടിഞ്ഞാറോട്ട് നോക്കി ഇരിപ്പുണ്ടല്ലോ, മടിയിലൊരു പുസ്തകവും വെച്ച്, എന്താണത് നോക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. താൻ മരങ്ങളെയാണ് നോക്കുന്നത് എന്ന കഥാകാരൻ്റെ മറുപടി അദ്ദേഹത്തിന് വിശ്വസിക്കാനേ പറ്റിയില്ല. മരങ്ങളെ എന്താണ് ഇത്ര നോക്കാനുള്ളത് എന്ന ഉടമസ്ഥൻ്റെ ചോദ്യത്തിന് കഥാകാരൻ മറുപടി പറയാൻ നിന്നില്ല. കാരണം എന്താണ്? മരങ്ങളുമായിട്ടും പ്രകൃതിയുമായിട്ടും ഒരു ബന്ധവുമില്ലാത്ത ഇദ്ദേഹത്തിനോട് മരങ്ങളുടെ ഭംഗിയും പ്രകൃതിയുടെ ഭംഗിയും ഒക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല അല്ലേ? അതുകൊണ്ട് തന്നെ അതിനുത്തരം പറയാനായിട്ട് അദ്ദേഹം നിന്നുമില്ല. അങ്ങനെയൊക്കെ കാലങ്ങൾ കഴിയുന്ന സമയത്താണ് പെട്ടെന്നൊരു ദിവസം നടക്കാനിറങ്ങിയ കഥാകൃത്ത് ആ ഗേറ്റിന് മുമ്പിൽ വളരെ ക്ഷീണിച്ച് കണ്ണുകളൊക്കെ കുഴിഞ്ഞ് വളരെ പ്രേതരൂപത്തെ പോലെയുള്ള ആ ഉടമസ്ഥനെ വീണ്ടും കാണുന്നത്. അങ്ങനെ KU നായരുടെ കെയർടേക്കർ വന്ന് കഥാകൃത്തിനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അദ്ദേഹം കഥാകൃത്തിനോട് തൻ്റെ കഥ പറയാൻ തുടങ്ങി. ഭാര്യ മരിച്ചിട്ട് ഒരുപാട് കാലമായി. ഞാൻ ആളുകളുമായിട്ട് അധികം ഇടപഴകാറില്ല. നിങ്ങളിലൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് എൻ്റെ ഈ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഞാനെന്ന് പറയുന്നത് ദരിദ്രമായിട്ടുള്ള ഒരു ചുറ്റുപാടിൽ വളർന്നവനാണ്. വിദ്യാഭ്യാസമാണെങ്കിൽ തീരെ കുറവാണ്. പക്ഷേ എൻ്റെ ഈ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് കുറച്ച് കാശ് ഞാൻ ഉണ്ടാക്കി. ഇപ്പോൾ 1-2 രാജ്യങ്ങളിൽ സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ട്. നല്ല നിലയിൽ ജീവിതം പോകുന്നുണ്ട്. എനിക്കില്ലാത്ത വിദ്യാഭ്യാസം എൻ്റെ മക്കൾക്ക് നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പുറത്താണ്, പഠിക്കാൻ മിടുക്കരുമാണ്. എനിക്കിവിടെ വേറെയും വീടുകളുണ്ട്. പക്ഷേ ഈ ബംഗ്ലാവിനോടാണ് എനിക്കിഷ്ടം. വയസ്സായാൽ ഇവിടെ വന്ന് മക്കളോടൊപ്പവും അവരുടെ ഭാര്യമാരോടൊപ്പവും പേരക്കുട്ടികളോടൊപ്പവും ഒക്കെ സന്തോഷത്തോടെ ജീവിക്കണം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മോഹങ്ങളേയുള്ളൂ, സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് എൻ്റെ വലിയൊരു സ്വപ്നമാണ്.
പക്ഷേ ഇപ്പോൾ മക്കൾ പറയുന്നത് എന്താണ്? അവരവിടെ വിവാഹമൊക്കെ കഴിച്ചു, ഇനി അവർക്ക് അവിടെ ജോലിയും ശരിയാകും, അതുകൊണ്ട് തന്നെ ഇനി നാട്ടിലേക്ക് വരുന്നില്ല എന്നതാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ എന്ത് ചെയ്യുകയാണ്? അവസാനിക്കുകയാണ്. ഇത്രയും പറഞ്ഞതോടുകൂടി KU നായർ അവിടെ ഇരുന്ന് കരയുകയാണ്. അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ ഈ കഥാകാരന് സാധിക്കുന്നില്ല. രാത്രി ഉറങ്ങാനും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അങ്ങനെ നേരം വെളുത്ത് പതിവ് പോലെ കഥാകാരൻ എന്ത് ചെയ്യുകയാണ്? നടക്കാൻ ഇറങ്ങുകയാണ്. തിരിച്ചു വരുന്ന സമയത്ത് ബംഗ്ലാവിൻ്റെ ഗേറ്റ് മലർക്കെ തുറന്നിട്ടിരിക്കുകയായിരുന്നു. ആരോടും പറയാതെ KU നായർ എങ്ങോട്ടോ പോയി. എങ്ങോട്ടാണ് പോയതെന്നോ ഇനി എപ്പോഴാണ് തിരിച്ചു വരിക എന്നൊന്നും അദ്ദേഹം പറഞ്ഞിരുന്നില്ല. നിങ്ങളോട് വല്ലതും പറഞ്ഞിരുന്നോ എന്ന് കഥാകാരനോട് ആര് ചോദിക്കുന്നുണ്ട്? കെയർടേക്കർ ചോദിക്കുന്നുണ്ട്. കെയർടേക്കറോട് മറുപടി പറയാൻ കഴിയാതെ അദ്ദേഹം കുഴങ്ങി. എനിക്കുമൊന്നും അറിയുകയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രകൃതിയുടെ അവസാനം എന്ന് പറയുന്നത് ഒരു തരത്തിൽ മനുഷ്യൻ്റെ അവസാനം തന്നെയാണ് അല്ലേ? പ്രകൃതി ഉണ്ടെങ്കിലേ ആരുള്ളൂ? മനുഷ്യനും നിലനിൽപ്പുള്ളൂ. കഥയുടെ തുടക്കത്തിൽ പറയുന്ന അസ്തമിക്കാറായിട്ടുള്ള സൂര്യൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ, അല്ലെങ്കിൽ ഈ KU നായരുടെ ആവാം, അവരുടെ ജീവിത അവസാനത്തെ തന്നെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പ്രകൃതി നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്കൊരിക്കലും സാധ്യമല്ല. മക്കളെ പോലെ നമ്മൾ വളർത്തേണ്ട ഒന്നാണ് ഈ മരങ്ങളും ചെടികളും പൂക്കളും ഒക്കെ അല്ലേ? നമ്മുടെ കഥാകൃത്ത് അവസാന കാലത്ത് പ്രകൃതിയെ സ്നേഹിച്ച് മരങ്ങളെ നോക്കി അങ്ങനെ താമസിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിനൊരു സുഖമുണ്ട്. പക്ഷേ നമ്മുടെ KU നായർ എന്താണ് ചെയ്യുന്നത്? മക്കൾക്ക് വേണ്ടി വലിയൊരു സൗധമൊക്കെ പണിത് പ്രകൃതിയെ നശിപ്പിച്ച് പ്രകൃതിയിലേക്ക് ഇറങ്ങണ്ട, മണ്ണിലേക്ക് ചവിട്ടണ്ട, അതിനു പകരം ടൈൽസും മാർബിളും ഒക്കെ മുറ്റത്ത് കൊണ്ട് നിരത്തി പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തന്നെ അദ്ദേഹം നശിപ്പിക്കുകയാണ് അല്ലേ? ഇവിടെ KU നായരും നമ്മുടെ കഥാകൃത്ത് എന്ന് പറയുന്നത് T പത്മനാഭൻ്റെ സ്വത്തും ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ പറഞ്ഞു വെക്കുന്നത്. ഇവർ രണ്ടുപേരും വിരുദ്ധ സഞ്ചാരികളാണ് അല്ലേ? ഈ കഥാകൃത്ത് പ്രകൃതിയിലേക്ക് ഇറങ്ങി ഇടവഴികളിലൂടെ നടന്ന് ചളിയിൽ ചവിട്ടി പൊടി തട്ടി മാറ്റി ജൈവഭക്ഷണം കഴിച്ച് പ്രകൃതി ആസ്വദിച്ച് ജീവിക്കുന്ന ആളാണ്. മറ്റേയാളാണെങ്കിലോ തൻ്റെ വീട്ടിലേക്ക് വരുന്ന ഒരാൾക്ക് പോലും കാലിൽ മണ്ണ് പതിയാതിരിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അത്രയും വിരുദ്ധത ഈ രണ്ടു പേരിലും ഉണ്ട്. അപ്പം അത്തരത്തിലാവരുത് നമ്മുടെ ജീവിതം. പ്രകൃതിയും മണ്ണും മനുഷ്യനും ഒക്കെ ഒന്നാണ്. ഒന്നുണ്ടെങ്കിലേ മറ്റൊന്നിന് നിലനിൽപ്പുള്ളൂ എന്നൊരു വലിയൊരു ചിന്തയാണ് ഈ കഥയിലൂടെ കഥാകൃത്ത് അവതരിപ്പിക്കുന്നത്.